ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത് നഴ്സിംഗ് വിഭാഗത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ നഴ്സുമാരെ കുറിച്ചാണ് നമ്മൾ പൊതുവായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നഴ്സുമാരെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജാസിം ഷാ, അവരുടെ UNAയുടെ പ്രസിഡന്റ്, പറയുകയുണ്ടായി, ഷിഫ്റ്റിംഗ് സംവിധാനം കേരളത്തിൽ ഒരിടത്തും നടപ്പിലാക്കുന്നില്ല, 6 hours എന്നുള്ള ആ ഒരു ഡ്യൂട്ടി ടൈമിങ്സ് എല്ലായിടത്തും ആക്കണമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നഴ്സുമാരുടെ പല കാര്യങ്ങളും, ഇപ്പോൾ സാലറി ആണെങ്കിൽ തന്നെയും കൂട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റുകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയുവാനുള്ളത് അവർക്ക് വേണ്ടത്ര വരുമാനം ലഭിക്കുന്നില്ല എന്നൊക്കെയാണ് അവർക്ക് പറയുവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്ന് പറയുന്നത്, ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാര് 3, 3.5, 4 വർഷമൊക്കെ പഠിച്ചിട്ടാണല്ലോ, കംപ്ലീറ്റ് ആക്കിയ ശേഷമാണല്ലോ ഈ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സ്പീരിയൻസ് വേണം, അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് വേണം. അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലുകളൊന്നും അവര് എടുക്കത്തില്ല, അവരെ എന്ത് ചെയ്യത്തില്ല, ചെയ്യിപ്പിക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പൊതുവെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നഴ്സുമാരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവരുടെ സാലറി. അതായത് 20-25,000 ഒക്കെ മിനിമം ആക്കണം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ എന്ന് പറയുമ്പോൾ കേരളത്തിൽ എല്ലാ ഹോസ്പിറ്റലുകളിലും ഒന്നും ലഭിക്കുന്നില്ല. കാരണം പിന്നെ അവിടെ എല്ലാം UNA യൂണിറ്റുകൾ കുറവായതുകൊണ്ടാണ്. UNAയില് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു യൂണിയൻ വരണമെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ 8-10 മെമ്പേഴ്സുകൾ വേണമെന്നുള്ളതാണ് അതിന്റെ നിയമപരമായിട്ടുള്ള അവരുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ആ 10 പേരിൽ കുറഞ്ഞു പോയാൽ അവരൊരിക്കലും സമ്മതിക്കത്തില്ല. കാരണം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10 പേര് അല്ലെങ്കിൽ 15 പേര് UNAക്കുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോസ്പിറ്റലിലുള്ളവർ എന്ത് ചെയ്യും, ഈ എക്സ്പീരിയൻസ് സ്റ്റാഫുകളെ അവരെന്ത് ചെയ്യത്തില്ല, ഒരിക്കലും അവർക്ക് സാലറി കൊടുക്കുന്നതിനോ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതിനോ അവർക്ക് യാതൊരു മടിയുമില്ല. അപ്പൊ വലിയ എക്സ്പീരിയൻസ് കുറഞ്ഞിട്ടുള്ള ആൾക്കാരും കാണും, അല്ലെ? ആവറേജ് എക്സ്പീരിയൻസ് ഉള്ളവർ കാണും, അതിന് മേലെ എക്സ്പീരിയൻസ് ഉള്ളവർ കാണും. അങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളും ഹോസ്പിറ്റലിൽ കാണും. നഴ്സുമാരെന്ന് പറയുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കില്ല. ചില എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാകട്ടെ ചിലപ്പോൾ മാനേജ്മെന്റിനെ ചാരിയായിരിക്കും അവർ കടന്നു പോകുന്നത്. അവർക്ക് പുതിയതായി വരുന്ന സ്റ്റാഫുകളോട് അവരുടെ സമീപനം എന്തുകൊണ്ടാണ്, പുതിയതായിട്ട് വന്നതാണ്, അപ്പൊ അവനെ ഒന്ന് അടക്കി ഭരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ ഓരോ സീനിയർ സ്റ്റാഫുകളുടെ ഇടയിലുമുണ്ട്. അപ്പം എന്റെ അഭിപ്രായത്തിൽ 90% ഈ പറയുന്ന ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങളിൽ 10% മാത്രമേ മാനേജ്മെന്റുകളുടെ പ്രശ്നമുള്ളൂ. 90% വരുന്നത് നഴ്സുമാരുടെ ഇടയിലാണ്. അപ്പം എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാർക്ക് കൂടുതലായിട്ട് സാലറി കൂട്ടി കൊടുത്താൽ, പ്രൊമോഷനുകൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ ബാക്കിയുള്ള നഴ്സുമാർ പിന്നെ മിണ്ടത്തില്ല. അതായത് കൈയ്യേക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരവസ്ഥയാണ് പലപ്പോഴും കേരളത്തിലല്ല എല്ലാ നഴ്സിംഗ് ഹോസ്പിറ്റലുകളിൽ നഴ്സുമാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വാസ്തവം അല്ലെങ്കിൽ ഒരു സത്യം എന്ന് പറയുന്നത്. കാരണം എക്സ്പീരിയൻസ് മാത്രമല്ല, മാനേജ്മെന്റിന് കൂടി സഹകരിച്ചു പോകുന്ന സ്റ്റാഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ മാനേജ്മെന്റുമായി ചേർന്ന് പോകുന്ന സ്റ്റാഫ്, മാനേജ്മെന്റുമായി അത്രയ്ക്ക് അടുത്ത് പോകുന്ന സ്റ്റാഫുകളാണെങ്കിൽ അവരെ പ്രൊമോഷൻ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് സാലറികൾ കൂട്ടിക്കൊടുക്കും. അത് മാനേജ്മെന്റിന്റെ ഒരു എന്താ പറയുക ട്രിക്കാണ്. അപ്പം ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലില് ഇതെല്ലാം നോക്കി മനസ്സിലാക്കിയാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇവരുടെ ഇടയിലുള്ള ഇവരുടെ ഈ വേർതിരിവുകൾ, എക്സ്പീരിയൻസ് ഉള്ളവരും എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെയും വേർതിരിവുകൾ. കാരണം 10 വർഷം 15 വർഷമായിട്ടുള്ള അവിടുത്തെ ഹോസ്പിറ്റലിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു സ്റ്റാഫ് അവിടെ കാണും. ആ സ്റ്റാഫിന് എന്നും പ്രൊമോഷനും കാര്യങ്ങളും അത് മാനേജ്മെന്റിനോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റാഫായിരിക്കാം. അപ്പൊ അങ്ങനെയെല്ലാം അവർക്ക് കൂട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള ഇന്നലെ വന്ന, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ നഴ്സുമാർക്ക് പിന്നൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ചോദിക്കാൻ പോലും
ഒരിടവുമില്ല എന്നുള്ളതാണ്. അപ്പൊ അവര് ഒന്നാമത്തെ കാര്യം ഈ എക്സ്പെൻസ്ഡ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് കൊണ്ട് ചേർന്ന് നിൽക്കുന്ന സ്റ്റാഫുകൾ പലപ്പോഴും എന്താണ് ഈ പുതുതായിട്ട് വരുന്ന സ്റ്റാഫുകൾ എന്ത് ചെയ്യും, ഭീഷണിപ്പെടുത്തും. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ദേശത്ത് വരുമ്പോൾ പറയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ പഠിച്ചില്ലെങ്കിൽ ഞങ്ങളെ ഓൾറെഡി ടെർമിനേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ എന്ത് ചെയ്യും, നിരുത്സാഹപ്പെടുത്തുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയൊരു കാഴ്ച ഹോസ്പിറ്റൽ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഈ ചെന്നെത്തുവാനായിട്ട് ജാസിം ഷായെ പോലുള്ളവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിയമം പാസ്സാക്കുന്നത് ഇങ്ങനെ ഒരു എന്താ പറയുക, അവിടെ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആ യൂണിറ്റ് പോലും 10 പേർ പോലും തയ്ക്കാൻ കഴിയാത്ത എത്രയോ ഹോസ്പിറ്റലുകളുണ്ട്. അവിടെയൊക്കെ ഒരു 10 രൂപ പോലും കിട്ടത്തില്ല. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പറഞ്ഞ് എന്താണ്, അവര് സംഘടിക്കാൻ തയ്യാറാണെങ്കിൽ സാലറി കൂട്ടിക്കൊടുക്കാമെന്നാണ് അവർ പറയുന്നത്. പല ആളുകളുടെയും സംസാരത്തിൽ നിന്ന് എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ ജാസിം ഷാ ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും അദ്ദേഹം കാണാത്ത പല മേഖലകളും ഇനിയുണ്ട് എന്നുള്ളതാണ്. ഒരു സംഘടന എന്ന് പറയുമ്പോൾ ഒരു 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 കൂട്ടത്തെ രക്ഷിക്കുവാനല്ല, ഒരു വ്യക്തി ഒരു വ്യക്തി എന്ന നിലയിൽ ആ ഒരു സംഘടന പ്രൊട്ടക്ഷൻ നൽകേണ്ടതാണ്. പലപ്പോഴും പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്, നേഴ്സുമാർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോ ചില നേഴ്സുമാരെന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവായിട്ട് വന്നവരാണ്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് സീനിയർ എല്ലാം അറിയാവുന്ന ഒരു നേഴ്സ് ചിലപ്പം ഇവരെ കാണുന്നത് അടിമയെ പോലെ ആയിരിക്കും. അങ്ങനെ എല്ലാം ഒത്തിരി പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇക്കാലങ്ങളിൽ നഴ്സുമാരുടെ പ്രശ്നങ്ങൾ അനവധിയാണ്. അതുകൊണ്ട് ജാസിം ഷാ ഇത്രയും ഭാഗത്ത് മാത്രം കിടന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒന്നും നഴ്സുമാരുടെ പ്രശ്നങ്ങൾ തീരുകയില്ല. ഇനി എത്രയോ ഹോസ്പിറ്റലുകളിൽ മിനിമം സാലറി ആക്കാൻ കഴിയാതെ പലയിടത്തും ഇപ്പോഴും കടന്ന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് നഴ്സുമാരുണ്ട് കേരളത്തിലും, അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ഇതൊക്കെയും ജാസിം ഷാ എന്ന് പരിഹരിക്കും എന്ന് എനിക്കറിയില്ല. മറ്റ് സംഘടനകൾ ഉണ്ടെങ്കിൽ അവരെന്ന് പരിഹരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ അവരിന്ന് വരെയും പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയുവാനുള്ളത്, അല്ലെ? അതാണ് നമുക്ക് അവരെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എപ്പോഴും സീനിയോറിറ്റിയും അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകളുമായി എന്താ പറയുക, പൊരുത്തപ്പെട്ടു പോകാത്ത അവസ്ഥകളും നഴ്സുമാരുടെ ഇടയിലുണ്ട്. നഴ്സസ് എന്ന് പറയുമ്പോൾ ഒരു ടീം വർക്കാണ്. ഹോസ്പിറ്റലിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ടീം വർക്കാണ്. എല്ലാവരോടും ഒരുമിച്ച് ഒരു കൂട്ടായ്മയോടെ പോയില്ല എങ്കിൽ, കാരണം ഇങ്ങനെ രോഗികളെ നോക്കുന്നല്ലേ, ജീവൻ വെച്ചുള്ള കളിയാണ്. അപ്പം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ല എങ്കിൽ എങ്ങനെ പോകുവാൻ സാധിക്കും? അപ്പോൾ നഴ്സുമാർക്കിടയിൽ ഒരു കിടമത്സരം ഉണ്ടെങ്കിൽ ആ മത്സരങ്ങളെയാണ് ആദ്യം മാറ്റിയെടുക്കേണ്ടത്. നഴ്സുമാർ തന്നെയാണ് അത് മാറ്റേണ്ടത്, നമ്മളല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ പോലും ജാസിം ഷായ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ജാസിം ഷായെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ എങ്കിലും നഴ്സുമാർക്ക് ഇനി ഒരുപാട് മേഖലകളിൽ എത്തേണ്ടതായിട്ടുണ്ട്. പല നഴ്സുമാരും ഇന്ന് പല പല ഹോസ്പിറ്റലുകളിലും എന്താണ് ഇപ്പോഴും എന്ത് ചെയ്യാണ്, സാലറി ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അവരുടെ സീനിയേഴ്സിന് അല്ലെങ്കിൽ അവിടെ അറിയാവുന്ന അല്ലെങ്കിൽ മാനേജ്മെന്റിനോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റാഫിന് കൂടുതൽ സാലറിയും പ്രൊമോഷനും കൊടുക്കുമ്പോൾ അവിടെ ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുന്ന എത്രയോ നഴ്സുമാർ, അല്ലേ? അവർ പഠിച്ചത് വെറുതെയായി, അവർ പഠിച്ചത് വേസ്റ്റായി എന്നുള്ളതല്ലേ? 3.5 വർഷവും 4 വർഷവും അവർ പഠിച്ചത് വെറുതെയായില്ലേ? അപ്പം അതാണ് അവിടെ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത്. അപ്പോ ഈ നഴ്സുമാർക്കിടയിലുള്ള ഈ കിടമത്സരമാണ് എല്ലാത്തിനും കാരണമെന്നുള്ളതാണ് 90% നഴ്സുമാരുടെ ആനുകൂല്യങ്ങൾക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഒരു തടസ്സം നിലനിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് നഴ്സുമാരുടെ കഷ്ടപ്പാടുകൾ എന്തെങ്കിലും കാണും, എന്തെങ്കിലും തീരട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഈ ബുക്ക് ഓഫ് ലോഡിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.